ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബനാന വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി വീട്ടിലുണ്ടായ പഴക്കൊല നന്നായി പഴുപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം ചെടിയിലുണ്ടായ പഴുത്ത മുളകുകളാണ് ആവശ്യം. അത് വൈനിന് നല്ല എരിവ് കിട്ടാനായിട്ടാണ്. 2-3 മതിയായിരിക്കും, അപ്പോൾ പാകത്തിന് എരിവ് ആയിക്കോളും. അതിനുശേഷം ജാതിക്കയാണ് നമുക്ക് ആവശ്യം. ജാതിക്കയിലെ കുരു മുറിച്ച് എടുക്കണം. അത് ഓപ്ഷണലാണ്. ഇതും നല്ല ടേസ്റ്റ് കിട്ടുന്നതിനാണ്. ഒരു ജാതിക്കുരുവാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നന്നായി തുടച്ചെടുത്ത ഒരു ചീനഭരണിയാണ് നമുക്ക് ആവശ്യം. പിന്നെ പഴം ഓരോന്നോരോന്നായി അടർത്തി ഒരു പാത്രത്തിൽ വെക്കണം. ചേരുവകളായ ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ ഈസ്റ്റ് എന്നിവയും തയ്യാറാക്കി വെക്കണം. പിന്നെ 1/2 കിലോ പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത്. വൈനിടാനായി പഴങ്ങൾ ചെറുതായി അരിയണം. പിന്നെ വെള്ളം തിളപ്പിച്ച് ആറ്റാൻ വെക്കണം. 1 ലിറ്റർ വെള്ളം മതിയായിരിക്കും. പിന്നെ വേണ്ട ചേരുവകളെല്ലാം അടുത്തടുത്ത് വെക്കുക. പഴവും പഞ്ചസാരയും വെള്ളവും പിന്നെ ബാക്കിയുള്ള കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഈസ്റ്റും ജാതിക്കയും മുളകും ഒക്കെ ആദ്യം നമ്മൾ തുടച്ച് ഉണക്കി വെച്ച ഭരണിയിലേക്ക് പഞ്ചസാരയും പഴവും ലെയറായിട്ടിടുക. ആദ്യം പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് പഴം ഇടുക. അതിനുശേഷം വീണ്ടും പഞ്ചസാരയും അതിനു പുറമെ പഴവും ഇടുക. ഇങ്ങനെ ഒരു 2-3 ലെയർ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം. അത് കഴിഞ്ഞ് ഈസ്റ്റ് ആഡ് ചെയ്യണം. അവസാനം നമ്മൾ തിളപ്പിച്ചാറ്റിയ ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അവസാനം ഒരു അടപ്പ് കൊണ്ട് മൂടി, ഒരു തുണി കൊണ്ട് അതിനെ മൂടി കയറ് വെച്ച് നന്നായിട്ട് കെട്ടി ഒരു വാഴയുടെ വള്ളിയായാലും കുഴപ്പമില്ല, അത് കെട്ടി നന്നായി മുറുക്കി കിട്ടിയതിന് ശേഷം 2 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്ത് 10-ാം ദിവസം അരിച്ച് ഉപയോഗിക്കാം. താങ്ക് യു.